Good morning, dear students. Today we are going to discuss about the rest of the portions with regard to ledger account preparation. So we've seen how do we prepare cash account and capital account while discussing some of the entries related to cash and capital. We've also seen a few cash transactions like cash purchases and cash sales. So today we will look at the accounts of purchases and sales. Why? Because there is a difference. Cash and capital, cash account which we have seen in the previous class belongs to real accounts or asset. It is an asset, and capital account is a liability. So assets, liabilities are two classes of accounts, and we know that we've got incomes and expenses as well. So asset ഉണ്ട്, liability ഉണ്ട്, income ഉണ്ട്, expense ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഒരു അസറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്നും ഒരു ലയബിലിറ്റി അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്നും ആണ്. സോ അതിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നമ്മൾ ഇതുപോലെ ആ ഒരു പർട്ടിക്കുലർ ഇഫ് ഇറ്റ് ഈസ് ക്യാഷ് അക്കൗണ്ടിനെ എവിടെയൊക്കെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ ആ എമൗണ്ട്സ് എല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും, ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിൽ എഴുതും. ക്യാഷ് അക്കൗണ്ടിനെ എവിടെയൊക്കെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ ആ അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡ്, അതായത് റൈറ്റ് സൈഡിലും എഴുതും അല്ലേ. സോ അങ്ങനെ നമ്മൾ കണ്ടു. ടോട്ടൽ എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഏത് സൈഡിലെ ടോട്ടലാണോ കൂടുതൽ ആ ടോട്ടൽ തന്നെ രണ്ടിടത്തും ഏകദേശം ഒരേ ലെവലിൽ തന്നെ എഴുതുമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു റെക്കോർഡിങ്ങിനോ ഒരു പോസ്റ്റിങ്ങിനുള്ള സ്പേസ് അവിടെ ഒന്ന് ഉണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ആ ഡിഫറൻസ് ഫിഗർ എന്താണോ അതിനെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് വിളിക്കും. അത് ഏത് സൈഡിലാണോ എമൗണ്ട് കുറവുള്ളത് അവിടെ അത് വരും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ആ ഒരു ഫിഗർ തന്നെ ബ്രോഡ് ഡൗൺ ചെയ്യും എന്ന് പറഞ്ഞു. ഇനി ഈ ബാലൻസ് ക്യാരി ഡൗൺ ആൻഡ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് എല്ലാ അക്കൗണ്ട്സിലും ഉള്ള കാര്യമല്ല. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു അസറ്റ്സ്, ലയബിലിറ്റീസ് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ. ഓക്കെ, സോ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റലിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഈ ബാലൻസ് ക്യാരി ഡൗൺ ആൻഡ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനി ബാക്കിയുള്ള types of accounts, that means those accounts belonging to incomes and expenses, for those accounts we just total them. Okay, അതിനെ ചുമ്മാ അങ്ങ് ടോട്ടൽ ചെയ്താൽ മതി. ക്രെഡിറ്റ് ആണെങ്കിലും ഡെബിറ്റ് ആണെങ്കിലും വെറുതെ അങ്ങ് ടോട്ടൽ ചെയ്തിട്ടാൽ മതി. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കാര്യം. സോ ഫസ്റ്റ് വി വിൽ ലുക്ക് അറ്റ് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ ഒരു ക്യാഷ് സെയിൽസ് ഉണ്ട്, പിന്നെ ഒരു ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. സോ ദർ ആർ ക്യാഷ് സെയിൽസ് ആൻഡ് ദർ ഈസ് ക്യാഷ് സെയിൽ ആൻഡ് ദർ ഈസ് ക്രെഡിറ്റ് സെയിൽ. സോ ക്യാഷ് സെയിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 5,000 റുപ്പീസിൻ്റെ ക്യാഷ് സെയിലും 3,000 റുപ്പീസിൻ്റെ ക്രെഡിറ്റ് സെയിലും ഓർക്കുക. എൻട്രി യു നോ ഇഫ് ഇറ്റ് ഈസ് ക്യാഷ് സെയിൽ or whatever be the sale, sales account is credited. Okay, so if it is cash sale, cash account debtor to sales. If it is credit sales, that party, the customer's account debtor to sales, isn't it? So assume cash sale was of rupees 5,000 and credit sale was for rupees 3,000. So where do we record? In both cases sales account is credited. So that means in the sales account on the credit side we record both those transactions. So first on this was on third, not first, third, by cash account 5,000. On third what happened was cash sale happened, cash sale for rupees 5,000 happened. So the entry was cash account debtor to sales. So in the sales account by cash 5,000, and by Dave's account on 4th of the month, on 4th of September, it was credit sale to Dave. So the entry is Dave's account debtor to sales. So by Dave's account 3,000. So altogether 8,000. This is how we prepare a sales account. We don't balance it, we just total it. Okay, വെറുതെ ടോട്ടൽ എഴുതി ഒരു ഡബിൾ അണ്ടർലൈനും കൂടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാം പൂർത്തിയായി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു ഇൻകം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ഒരു എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഫോർ എക്സാമ്പിൾ പർച്ചേസസ് അക്കൗണ്ട്, വി വിൽ സീ ഹൗ എ പർച്ചേസസ് അക്കൗണ്ട് ഈസ് ടു ബി പ്രിപ്പയർഡ്. സോ ഇൻ പർച്ചേസസ് കേസ് ഓൾസോ ദർ വാസ് എ ക്യാഷ് പർച്ചേസ് ഫോർ rupees 4,000 and there was again a credit purchase from Rupa for rupees 5,000. Okay, so cash purchase ഉണ്ടായിരുന്നു, credit purchase ഉണ്ടായിരുന്നു. Cash purchase 4,000 rupeesനും credit purchase 5,000 rupeesനും. എന്താണ് എൻട്രി? ക്യാഷ് പർച്ചേസ് ആണെങ്കിലും ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിലും നമുക്കറിയാം purchases account is to be debited, isn't it? Purchases account is an expense. So purchases account debtor to cash if it is a cash purchase, purchases account debtor to Rupa if it is a credit purchase. So രണ്ട് കേസിലും പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ വേണം ആ എമൗണ്ട്സ് റെക്കോർഡ് ചെയ്യാനായിട്ട്. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്
4,000 to രൂപ 5,000. കണ്ടോ, പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷിനെയും രൂപയിനെയും ക്രെഡിറ്റ് ചെയ്തു. സോ ടോട്ടൽ എമൗണ്ട് ഹിയർ ഈസ് 9,000. വി ജസ്റ്റ് ടോട്ടൽ ഇറ്റ്, വി ജസ്റ്റ് ടോട്ടൽ ദ എമൗണ്ട് ആസ് 9,000. ഓക്കെ, അപ്പോൾ ഒന്ന് ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിക്കേ. നമ്മൾ പറഞ്ഞത് അസെറ്റ്, ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ബ്രോഡ് ഡൗൺ ഉണ്ടാവും. സെയിൽസ് ആൻഡ് പർച്ചേസസ് ഓർ വാട്ട് എവർ ബി ദ ഇൻകം ഓർ എക്സ്പെൻസസ് വി ജസ്റ്റ് ടോട്ടൽ ഇറ്റ്. ഓക്കെ, വെറുതെ ടോട്ടൽ ചെയ്ത് വെക്കുകയുള്ളൂ എന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒന്ന് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ബേസിക്കലി. പിന്നെ ഒരു അക്കൗണ്ട് കാണുമ്പോൾ നമുക്കറിയാം അത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ജേർണൽ പ്രിപ്പയർ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി പ്രിപ്പയർ അക്കൗണ്ട്സ്, വി പ്രിപ്പയർ വേരിയസ് അക്കൗണ്ട്സ്. ഇനി നമുക്കതിൻ്റെ ഒരു ടോട്ടൽ ഒരു ഫിഗർ എടുക്കും. സോ ആ ടോട്ടൽ ഫിഗർ നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുക. ട്രയൽ ബാലൻസ്, അതായത് ബാലൻസ് ഒക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ട്രയലാണ് അവിടെ നടക്കുക. ഓക്കെ, ബാലൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്തിൻ്റെ ബാലൻസ്? എല്ലാ അക്കൗണ്ടിൻ്റെയും ബാലൻസ്. ഓക്കെ, ഇപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ക്യാരി ഡൗൺ, ബ്രോഡ് ഡൗൺ എന്ന് മാത്രമുള്ള അർത്ഥത്തിലല്ല. ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 9,000 ആണ്, ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 8,000 ആണ്. നമ്മളവിടെ ബാലൻസ് CD BD എന്നൊന്നും എഴുതുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ എത്ര അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ആ അക്കൗണ്ട്സിൻ്റെ എല്ലാം പേര് എഴുതി, അതായത് വി റൈറ്റ് ദ നെയിംസ് ഓഫ് ദ അക്കൗണ്ട്സ് ഇൻ 1 column which is called the particulars column, and in 2 columns, in a debit amount column and in a credit amount column we depict the amounts related to those accounts. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുക. സോ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ദ വേരിയസ് അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ബൈ ദ ബിസിനസ് along with the respective amounts. ഓക്കെ, ഡെബിറ്റ് എമൗണ്ടും ഉണ്ട്, ക്രെഡിറ്റ് എമൗണ്ടും ഉണ്ട്. സോ പറഞ്ഞാൽ ട്രയൽ ബാലൻസിൽ 3 കോളംസ് ആണുള്ളത്. പർട്ടിക്കുലേഴ്സ് കോളം, ഡെബിറ്റ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം. അപ്പോൾ ഈ പറയുന്ന അക്കൗണ്ട്സിൽ നിന്നാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ? എത്രയാണ് ഡെബിറ്റ് ഉള്ളത്, എത്രയാണ് ക്രെഡിറ്റ് ഉള്ളതെന്ന്. സോ നമുക്ക് എന്ത് മനസ്സിലാവണം? ഒരു അക്കൗണ്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവണം അത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന്. Hope you got me. Looking at an account, we should be able to understand whether that particular account has got a debit balance or a credit balance. See for example, cash account. What do you think is the balance of cash account? Does it has a debit balance or a credit balance? How do we know? You just look at the amount column, see which side exceeds, which side of the amount column exceeds in total. Okay, so looking at the amount column you will understand this is 15,000 while this was only 11,000 അല്ലേ? പക്ഷേ അത് കുറച്ചുകൂടി ടഫാണ് അല്ലേ? കാരണം നമ്മൾ ഒരു സൈഡിലല്ലേ ടോട്ടൽ എഴുതുന്നുള്ളൂ, മറ്റേതിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ പക്ഷേ എനിവേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റേത് ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി നമുക്ക് എവിടെയാണ് കൂടുതൽ എമൗണ്ട് എന്നറിയാം. അവിടെ ഒന്ന് മറ്റേ സൈഡിലുള്ള എമൗണ്ട്സ് ടോട്ടൽ എടുക്കാതെ തന്നെ സ്ട്രൈറ്റ് വേ കാൽക്കുലേറ്ററിൽ കുറച്ചാലും മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ബ്രോഡ് ഡൗൺ, ആ എമൗണ്ട്സിൽ വേണം നമ്മൾ നോക്കാനായിട്ട്. രണ്ട് സൈഡ് രീതി ചിന്തിക്കാം. ഇനി ബാലൻസ് ക്യാരി ഡൗണിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏത് സൈഡിലാണോ ബാലൻസ് ക്യാരി ഡൗൺ വന്നേക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ബാലൻസ് ആണ് അതിനുള്ളത്. അതായത് ബാലൻസ് ക്യാരി ഡൗൺ വന്നേക്കുന്നത് ഈ സൈഡിലാണ്, അതുകൊണ്ട് അതിന് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബാലൻസ് ക്യാരി ഡൗൺ ക്രെഡിറ്റ് സൈഡിൽ വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഒരു ഡെബിറ്റ് ബാലൻസ് ഐറ്റം ആണെന്നാണ്. അതെങ്ങനെയാണ് അറിയുക? യു ജസ്റ്റ് ഹാവ് ടു ലുക്ക് അറ്റ് ദ എമൗണ്ട് ഓഫ് ബാലൻസ് ബ്രോഡ് ഡൗൺ, ദ സൈഡ് ഓഫ് ബാലൻസ് ബ്രോഡ് ഡൗൺ. എവിടെയാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ വന്നേക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് എല്ലാം വൃത്തിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ലുക്ക് അറ്റ് വെയർ ഹാസ് ദ ബാലൻസ് ബ്രോഡ് ഡൗൺ ഫിഗർ അപ്പിയർഡ്. എവിടെ അപ്പിയർ ചെയ്തേക്കുന്നത്? ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ ഫിഗർ വന്നിട്ടുള്ളത്. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ ഫിഗർ വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദാറ്റ് അക്കൗണ്ട് ഹാസ് ഗോട്ട് എ ഡെബിറ്റ് ബാലൻസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നോർമലി ചെയ്യുന്ന പോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. ഏറ്റവും നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഏത് സൈഡിലാണോ എമൗണ്ട് കൂടുതൽ ആ ബാലൻസ് ആണ് അതിനുള്ളത്. ക്യാഷ് അക്കൗണ്ടിനും എല്ലാ അസറ്റ്സിനും ഡെബിറ്റ് സൈഡിലായിരിക്കും എമൗണ്ട് കൂടുതൽ. സോ അതിൻ്റെ അർത്ഥം അത് ഡെബിറ്റ് ഐറ്റം ആണ് എന്നാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ടെക്നിക്കലി സ്പീക്കിംഗ് യു ഹാവ് ടു ലുക്ക് അറ്റ് ദ സൈഡ് ഓഫ് ബാലൻസ് ബ്രോഡ് ഡൗൺ, വിച്ച് എവർ ഈസ് ദ സൈഡ് ദാറ്റ് ഈസ് ദ ബാലൻസ്. ഓക്കെ, അപ്പോൾ സെയിൽസിൻ്റെ ബാലൻസ് എന്തായിരിക്കും? വെരി സിമ്പിൾ, ആകെ ഒരു സൈഡിലല്ലേ എമൗണ്ട് ഉള്ളൂ. ഇവിടെ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ നോക്കേണ്ട കാര്യമില്ല. ഏത് വരുമ്പോൾ വെൻ വി
when we look at the income and expenses, you don't have to search for the keywords balance BD or CD. You just have to look at where has the postings done. എവിടെയാണ് പോസ്റ്റിംഗ് നടന്നേക്കുന്നത്, അതാണ് അതിൻ്റെ ബാലൻസ് അല്ലേ. എവിടെയാണ് കൂടുതൽ എമൗണ്ട് വന്നേക്കുന്നത്, ഇവിടെ എമൗണ്ടേ ഇല്ല അല്ലേ. സോ ദ മാക്സിമം എമൗണ്ട് ഹാസ് appeared on the credit side. So sales has got a credit balance. For purchases, the amount, the posting has been done on the debit side. So purchases has got a debit balance. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ അക്കൗണ്ട് ഒക്കെ വൃത്തിക്ക് പ്രിപ്പയർ ചെയ്യുക. അസറ്റും ഇൻകം അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും ആണെങ്കിൽ ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ബ്രോട്ട് ഡൗൺ കണ്ടുപിടിക്കുക, എഴുതുക. ബാക്കി ഇൻകം എക്സ്പെൻസും ആണെങ്കിൽ ജസ്റ്റ് ടോട്ടൽ ചെയ്യുക. Looking at the account, you should be able to understand which balance does it have, okay, whether it is ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. എന്നിട്ട് ആ ബാലൻസസ് എല്ലാം കൂടെ ഓർഡറൊന്നുമില്ല, ചുമ്മാ പെറുക്കി എഴുതിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഓർഡറിൽ തന്നെ, ഇപ്പം ഏത് ഓർഡറിലാണോ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുക ആ ഓർഡറിൽ തന്നെ പെറുക്കി എഴുതുന്നതാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ട്രയൽ ബാലൻസ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഹൗ വിൽ ഇറ്റ് ചെക്ക് ദ, കൂടുതലായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ ഹൗ വിൽ ഇറ്റ് ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി? ബോത്ത് ദ കോളംസ് ഷുഡ് ടാലി അല്ലേ. കാരണം എന്താ, എല്ലാ ട്രാൻസാക്ഷനും ഇറ്റ് ഹസ് ഗോട്ട് എ ഡെബിറ്റ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും എങ്ങനെയായിരിക്കണം, മസ്റ്റായിട്ടും സെയിം ആയിരിക്കണം. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ ടോപ്പിക്സ് ഡിസ്കസ്ഡ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നോളാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സ്റ്റഡി വെൽ, ലേൺ വെൽ, അണ്ടർസ്റ്റാൻഡ് വെൽ. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.